നമസ്കാരം. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് പല ബന്ധങ്ങളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ടി വി ചാനലൊക്കെ തുറന്നാലും അല്ല സോഷ്യൽ മീഡിയ നോക്കിയാലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലോടൊന്നും കടക്കുന്നില്ല. കേസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ 2016-17 കാലഘട്ടത്തിൽ ഈ നിമിഷപ്രിയയുടെ കേസ് നടന്നതിന് ശേഷവും ഒരുപാട് പ്രവാസികൾ പല രീതിയിൽ ഇത്തരം സമാനമായ സംഭവത്തിൽ പെട്ടുപോകുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം ഗൾഫിലേക്ക് ഒരു ജോലിക്കായിട്ട് തനിയെ വരുന്ന, ഫാമിലിയായിട്ടല്ല തനിച്ച് വരുന്ന ഒരാൾ ജോലി തുടങ്ങി എങ്ങനെയും അയാൾ കുറേ കാശുണ്ടാക്കാൻ ചിന്തിക്കും. അതാണായാലും പെണ്ണായാലും. അത് കാശ് കുറച്ച് കഴിയുമ്പം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് കരുതിയിട്ട് മറ്റു പല സൈഡ് ബിസിനസ് കൂടെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പം ഇലക്ട്രിക്കൽ ജോലിയും പ്ലംബിംഗ് ജോലിയൊക്കെ അറിയുന്ന പല ആൾക്കാർ, അല്ല ടൈൽസിൻ്റെ പണിയൊക്കെ അറിയുന്നവർ പുറത്ത് പോയി പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന പോലെയല്ല മറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതായത് സ്വർണ്ണ ഇടപാടുകൾ, പൈസ ഇടപാടുകൾ, ചില കടകൾ, കൂട്ടുകച്ചവടം, പല രീതിയിലേക്ക് പോകുമ്പോൾ ഇത് പല ആൾക്കാരുമായിട്ടുള്ളൊരു ഇടപെടലാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ പല ആൾക്കാരും പോയി പെട്ടുപോകുന്നത് ഒരു പുതിയൊരു ഗ്യാങ്ങിലേക്ക് മെമ്പറാകുകയും അല്ലെ അവരുമായിട്ടുള്ള എന്താ പറയുക പാർട്ടി പരിപാടി കാര്യങ്ങളൊക്കെ പോവുകയും ഇത് ഒരു നല്ല റിലേഷനിലേക്ക് വരത്തില്ല. നാട്ടിൽ ഒരു കുടുംബം ഉണ്ടെന്നോ അല്ലെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നോ ഒന്നും ചിന്തയില്ലാതെ ഇതിൽ പോയി പെട്ടുപോകുന്ന ചില റിലേഷൻഷിപ്പിൽ പോയി ബന്ധപ്പെടുകയും ചിലപ്പോൾ അവരൊരുമിച്ച് പിന്നെ അങ്ങ് താമസമാകും. പിന്നെ അവരൊരുമിച്ച് കേസാവും. ആദ്യം കുറേ നാളൊക്കെ കുഴപ്പമില്ലാതെ പോകും. പിന്നീട് വഴക്കാവും, ബഹളമാവും, കത്തിക്കുത്തിലാവും, ഈ അടിയിടിയിലേക്കൊക്കെ കലാശിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഗൾഫിൽ ഒരു ഫിലിപ്പൈനീസ് സ്ത്രീ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കത്തിക്കരിഞ്ഞെന്നാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇവർ പൈസ കടം കൊടുക്കുന്നൊരു സ്ത്രീയായിരുന്നു. പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴേ 2 മലയാളി ചെറുപ്പക്കാരെയാണ് പിടിച്ചത്. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേസൊക്കെ അവർക്ക് എഗനസ്റ്റായിട്ടായിരുന്നു. പിന്നീട് ന്യൂസൊന്നും വന്നില്ല അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത്. കാരണം ആർക്കും അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ആദ്യത്തെ ആ ഒരു മൂച്ച പല ന്യൂസിലും ഉള്ളൂ. പിന്നീട് വേറെ ന്യൂസ് അവർക്ക് കിട്ടും, അവരങ്ങ് പോകും. ഈ ഗൾഫിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പം, നമ്മൾ ആദ്യം നാട്ടിൽ നമുക്കൊരു ഫാമിലി ഉണ്ടെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അപ്പനും അമ്മയും ഉണ്ടെന്ന് ചിന്തിക്കണം. പൈസ ഉണ്ടാക്കണ്ടെന്നല്ല. പക്ഷേ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോയി പരിചയപ്പെടുന്ന ആൾക്കാർ, പൈസ ഉണ്ടാക്കുന്ന രീതി, ഈ പൈസ വന്നു കഴിയുമ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, ഇത് തമ്മിൽ വരുമ്പോൾ വേറൊരു ഇതിലേക്ക് റിലേഷൻഷിപ്പ് പോയി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലപ്പം പറയും പാസ്പോർട്ട് അവരെടുത്തു. നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് വേറെ ആൾ അപഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളായ കാര്യമല്ല. ഒന്നുകിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കടന്നു പിടിച്ചുകൊണ്ട് പോകണം. അങ്ങനെ പോകുമ്പം നമുക്ക് നിയമപരമായിട്ട് പോലീസിൽ പോയി പരാതിപ്പെടാം. അല്ല, എല്ലാ രാജ്യത്തും ഇന്ത്യൻ എംബസിയുണ്ട്, എംബസിയിൽ പോയി പരാതിപ്പെടാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കയറി ഒരുത്തം വന്ന് ആക്രമിക്കത്തില്ല നമ്മളെ. സംഭവിച്ചു കൂടാതെയില്ല, പക്ഷേ അങ്ങനെ സാധാരണ വരത്തില്ല. പക്ഷേ നിങ്ങളൊരു വേറൊരു സ്ഥലത്ത് ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇഷ്ടം തെറ്റി ചിലപ്പോൾ അവർ ഞങ്ങളെ ആക്രമിച്ചെന്നിരിക്കും. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കൊലപാതകത്തിലോട്ടൊക്കെ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഓക്കെ നിമിഷപ്രിയയുടെ കേസ് മാത്രമല്ല, അങ്ങനെയല്ല. പല കേസിൽ കുടുങ്ങി കിടക്കുന്ന കഞ്ചാവ് കേസിലും മറ്റ് മയക്കുമരുന്ന് കേസിലും പൈസ ലോണ്ടറിയുടെ കേസിലും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇന്ത്യയിലെ പല വ്യക്തികളും പല ജയിലുകളിൽ കിടപ്പുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറഞ്ഞ മലയാളികൾക്ക് തൂക്ക് കയറും അങ്ങനെയൊക്കെ ഒരു വിധിയാണ് വന്നതെന്ന് എൻ്റെ ഒരു അറിവ് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞ് കുടുംബം മറന്ന് നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, പ്രത്യേകിച്ച് തന്നെ ജീവിക്കുന്ന ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ രസമാണ്. അത്യാവശ്യം കയ്യിൽ നമ്മൾ നാട്ടിലിപ്പോൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ 10-30,000 അല്ല 40,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ പെട്ടെന്ന് ഗൾഫിലോട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു 3 ഇരട്ടി ചിലപ്പോൾ ശമ്പളം കിട്ടുമായിരിക്കും, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ. പിന്നെ നമ്മളെ ചോദിക്കാനോ പറയാനോ നിയന്ത്രിക്കാനോ ആരും ഇല്ലയെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നിയപോലെ ഇറങ്ങി നടക്കാൻ തോന്നും. ചിലപ്പോൾ വളരെയധികം ഫ്ലെക്സിബിലിറ്റിയും വളരെ ഫ്രീഡം ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആരെ പരിചയപ്പെടാം, ആരോട് സൗഹൃദം കൂടുതലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ നിർത്തിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പോവും. അതിൽ നിന്ന് ഊരി വരാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ക്രൂരതകൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. ഒരുപക്ഷെ ഇപ്പം ഈ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടെന്നിരിക്കും. പക്ഷേ എല്ലാവരും ഇത് രക്ഷപ്പെടുത്താൻ എപ്പോഴും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ വലിയ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതല്ല ജോലി. നിങ്ങൾ വിട്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ ആരാന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയതാണ്. താങ്ക് യു.